വാട്ട് ഈസ് സയൻസ്? ഈ സെഷനിൽ എന്താണ് സയൻസ്, എന്താണ് സയൻറ്റിഫിക് മെത്തേഡ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് സയൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ സയൻസിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. സയൻസ് ഈസ് ആൻ ഒബ്ജക്റ്റീവ്, ലോജിക്കൽ ആൻഡ് റിപ്പീറ്റബിൾ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിൽ പലതരത്തിലുള്ള ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രിൻസിപ്പിൾസും ഫോഴ്സസും അതുപോലെ തന്നെ പ്രോസസ്സുകളുമൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് സയൻസ്. ആ മനസ്സിലാക്കുന്ന രീതി ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ്. അതായത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളെ നമുക്ക് സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു റിസർച്ചർ എന്ന് വിളിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സബ്ജക്റ്റിവിറ്റിയും പ്രെജുഡ്യൂസും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡാണ്. അതുപോലെ തന്നെ ആ മെത്തേഡ് വളരെ ലോജിക്കലാണ്. അതിന് കൃത്യമായിട്ടുള്ള ലോജിക്കൽ റീസണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മെത്തേഡ് റിപ്പീറ്റബിൾ ആണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ചെയ്ത ഒരു ഫൈൻഡിങ്, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ശരിയാണെങ്കിൽ, ആക്യുറേറ്റ് ആണെങ്കിൽ, അത് മറ്റൊരാൾക്ക് സെയിം ഇൻസ്റ്റൻസിൽ റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. സിമിലർ ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ്, ലോജിക്കൽ ആൻഡ് റിപ്പീറ്റബിൾ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ യൂണിവേഴ്സ്. സയൻസ് എന്ന് പറയുന്ന വേർഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രോം എ ലാറ്റിൻ വേർഡ് സയൻഷ്യ. The literal meaning of scientia is to know. അപ്പോൾ നോളജ് അക്വിസിഷൻ ആണ് സയൻസിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സയൻസ് ഈസ് എ വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ നാച്ചുറൽ വേൾഡ് ആൻഡ് സംടൈംസ് ഒബ്റ്റെയിനിങ് പ്രിസൈസ് ആൻസേഴ്സ് ടു ദം. അപ്പോൾ ക്യൂരിയസ് മൈൻഡുള്ള വ്യക്തികളെ നമുക്ക് റിസർച്ചർ എന്നോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് എന്നോ വിളിക്കാം. അപ്പോൾ അവരുടെ ക്യൂരിയോസിറ്റിയിൽ പലതരത്തിലുള്ള നാച്ചുറൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫോഴ്സസും പ്രോസസ്സുകളും ഫിനോമിനൻസും അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ശ്രമിക്കും. അങ്ങനെ ആ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള ചിലപ്പോൾ ആൻസേഴ്സ് അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. Science is a way of asking questions about the natural world and sometimes obtaining precise answer to them. അപ്പോൾ എല്ലാ തരത്തിലുള്ള സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് ചിലപ്പോൾ കൊണ്ടുവന്നെന്ന് ഇരിക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്രിസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ നാച്ചുറൽ വേൾഡിനെ കുറിച്ച്, ആ നാച്ചുറൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫോഴ്സസ്, പ്രിൻസിപ്പിൾസ്, ഫിനോമിനൻസ്, അതുപോലെ തന്നെ പ്രോസസ്സുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. Now let us discuss the different features of science. First one is empirical evidence. It refers to data being collected through direct observation or experiment. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അദ്ദേഹം കളക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ വഴിയോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് വഴിയോ ആയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് റിലേ ഓൺ ആർഗ്യുമെൻ്റ് ഓർ ബിലീഫ്. അതായത് മിയർ ഇൻറ്റ്യൂഷൻസ്, മിത്സ്, ബിലീഫ്, ഇതിനെയൊന്നും ബേസ്ഡ് ആയിട്ടുള്ളതല്ല സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ജെനറ്റിക്സിൻ്റെ ഫൗണ്ടിങ് ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഗ്രിഗൽ മെൻഡറിൻ്റെ എക്സ്പെരിമെൻസിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അദ്ദേഹമാണ് ഇൻഹെറിറ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള തിയറീസ്, ലോസ് ഫോർമുലേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റ്യൂഷനിൽ നിന്നോ ബിലീഫിൽ നിന്നോ ഉണ്ടാക്കിയെടുത്തതല്ല ആ പർട്ടിക്കുലർ തിയറീസ് എന്ന് പറയുന്നത്. അദ്ദേഹം പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ്, ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ് പിസം സാറ്റൈവം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഓർഗാനിസത്തിൽ നടത്തി. അതിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഒബ്സർവേഷനും
ക്രോസിംഗ് എക്സ്പെരിമെൻസിനെയും ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം കൺക്ലൂഷനിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അദ്ദേഹം ഇൻഹെറിറ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോൾ ഇൻറ്റു ഡ്വാർഫ്, ടോൾ പ്ലാന്റ് ക്രോസസ് വിത്ത് ഡ്വാർഫ് പ്ലാന്റ്. ഇപ്പോൾ F1 ജനറേഷനിൽ അദ്ദേഹത്തിന് ഒബ്റ്റെയിൻ ചെയ്തത്, അദ്ദേഹത്തിന് കിട്ടിയ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഓൾ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. എല്ലാ പ്ലാന്റ്സും ടോൾ ഫിനോടൈപ്പ് കാണിച്ചിരുന്നു. ഇനി F1 പ്ലാന്റ്സിനെ അദ്ദേഹം സെൽഫ് ഫെർട്ടിലൈസേഷന് വിധേയമാക്കി F2 റേസ് ചെയ്തു. F2 റേസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പ്രപ്പോർഷൻ 3:1 ആയിരുന്നു. 3 ടോൾ പ്ലാന്റ്സ് ഈസ് ടു 1 ഷോർട്ട് പ്ലാന്റ്. ഈ റേഷ്യോ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 787 ടോൾ പ്ലാന്റ് ഈസ് ടു 277 ഷോർട്ട് പ്ലാന്റ്സ്. ഇത് 3:1 എന്ന് പറയുന്ന പ്രപ്പോർഷന് തുല്യമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് അദ്ദേഹം ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്ന ആ കൺക്ലൂഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മിത്സ്, ആർഗ്യുമെൻറ്റ്സ്, ബിലീഫ്സ്, ഇൻറ്റ്യൂഷൻസ് അതിനെ ബേസ് ചെയ്തൊന്നും അല്ല. ഇതാണ് എംപിരിക്കൽ എവിഡൻസ് എന്ന് പറയുന്ന സയൻസിൻ്റെ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റിവിറ്റി. റിസർച്ചേഴ്സ് ഷുഡ് റിമെയിൻ അൺബയാസ്ഡ് ഇൻ ദെയർ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഒരു സയൻറ്റിഫിക് റിസർച്ച് മെത്തേഡ് ഫോളോ ചെയ്യുന്ന വ്യക്തി അൺബയാസ്ഡ് ആയിരിക്കണം. ഒരു തരത്തിലുള്ള പ്രിജുഡ്യൂസോ സബ്ജക്റ്റിവിറ്റിയോ അദ്ദേഹത്തിന് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഉണ്ടാകാൻ പാടില്ല. പേഴ്സണൽ ഓർ സബ്ജക്റ്റീവ് ഐഡിയാസ് ഷുഡ് ബി എലിമിനേറ്റഡ്. ഇപ്പോൾ ഒബ്ജക്റ്റിവിറ്റിയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ ഫിനോമിന ആൻഡ് അൺഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമോഷൻസ് ഓർ പേഴ്സണൽ പ്രിജുഡൈസസ്. അപ്പോൾ ഒബ്സർവബിൾ ആയിട്ടുള്ള ഫിനോമിനയെ ബേസ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ആണ്. അല്ലാതെ അത് ഒരിക്കലും ഇൻവെസ്റ്റിഗേറ്ററുടെ ഇമോഷൻസോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ബയാസോ അദ്ദേഹത്തിൻ്റെ മുൻവിധികളെ ബേസ് ചെയ്തിട്ടുള്ളത് ആയിരിക്കരുത്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇനി അടുത്താണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. A statement is made at the beginning of an investigation that serves as a prediction and is derived from a theory. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന് മുമ്പ് സയൻറ്റിസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു. അതൊരു പർട്ടിക്കുലർ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസിനെയാണ് ആക്ച്വലി ഈ ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിച്ച് അദ്ദേഹം ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഡു ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ പ്ലാന്റ് ഗ്രോത്ത്. അതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. പലതരത്തിലുള്ള കളേഴ്സ് ഓഫ് ലൈറ്റ് അതിന് പ്ലാന്റ് ഗ്രോത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതാണ് അദ്ദേഹം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി അദ്ദേഹം പലതരത്തിലുള്ള ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യും. ഒരു ടൈപ്പാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് ഹാവ് നോ ഇമ്പാക്റ്റ് ഓൺ പ്ലാന്റ് ഗ്രോത്ത്. അതായത് പലതരത്തിലുള്ള ഈ ലൈറ്റ് കളേഴ്സിന് പ്ലാന്റ് ഗ്രോത്തിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ഹൈപ്പോത്തസിസിനെയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറയുകയാണെങ്കിൽ അത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ആണ്. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിച്ചിട്ട് ഈ റിസർച്ചർ അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്ത് അവസാനം കൺക്ലൂഷനിലെത്തുന്നു. ആ കൺക്ലൂഷനെ ബേസ് ചെയ്ത് അദ്ദേഹം ഒന്നെങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിന് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിന് പ്ലാന്റ് ഗ്രോത്തിൽ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, പല കളേഴ്സിന് പ്ലാന്റ് ഗ്രോത്തിൽ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല എന്നുള്ളതാണ്. എക്സ്പെരിമെൻ്റ് ചെയ്തതിന് ശേഷം പല കളേഴ്സും ഈ പ്ലാന്റ് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റഡ് ആണ്, അതായത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്
സെലക്റ്റഡ് ആണ്. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഓവറായിട്ട് വറീഡ് ആകണ്ട. റിസർച്ച് മെത്തഡോളജിയിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കലി എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഉള്ളിൽ പഠിക്കും. ഇനി അടുത്താണ് റെപ്ലിക്കേഷൻ. This refers to whether a particular method and finding can be repeated with different or same people and on different occasions to see if the results are similar. അതായത് ഒരാളൊരു സയൻറ്റിഫിക് റിസർച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കണം. അദ്ദേഹത്തിനും അതുപോലെ തന്നെ വേറെ ആൾക്കാർക്കും, വേറെ സയൻറ്റിസ്റ്റുകൾക്കും ഈ മെത്തേഡ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് സിമിലർ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടണം. സെയിം ആയിട്ടുള്ള കണ്ടീഷൻസിലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലോ. അങ്ങനെ സിമിലർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ റിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ആ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനെ യൂണിവേഴ്സലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ആ സെയിം റിസൾട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേറൊരാൾക്കും കിട്ടണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് അല്ല. If a discovery is reported but it cannot be replicated by other scientists, it will not be accepted. ഇപ്പോൾ ഗ്രിഗർ മെൻഡലിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ് നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. അദ്ദേഹം ഇൻഹെറിറ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോസ് അദ്ദേഹത്തിൻ്റെ പിസം സാറ്റൈവത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സിനെ ബേസ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ ഇതിനുള്ള ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടിയില്ല. അതിനുശേഷമാണ് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് റീഡിസ്കവർ ചെയ്തത്. അതായത് 3 സയൻറ്റിസ്റ്റുകൾ, കൊറൻസ്, ഡീവ്രീസ്, ഷെർമാർക്ക്, മെൻഡൽ പിസം സാറ്റൈവത്തിൽ ചെയ്തതുപോലെ തന്നെയുള്ള ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ് അവർ ചെയ്തു. സിമിലർ ആയിട്ടുള്ള റിസൾട്ട്സ് അവർക്കും കിട്ടി. അതിനെ ബേസ് ചെയ്തിട്ടാണ് മെൻഡേലിയൻ ലോസ് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തിയത്. അപ്പോൾ റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു മെത്തേഡാണ് മെൻഡൽ ഫോളോ ചെയ്തിരുന്നെങ്കിൽ മെൻഡലിൻ്റെ കൺസെപ്റ്റ്സ് റിജക്റ്റഡ് ആയേനെ. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യണം. അടുത്ത ഫീച്ചറാണ് പ്രെഡിക്റ്റബിലിറ്റി. The researcher or a scientist should be able to predict future behavior from the findings of their research. അപ്പോൾ അവരുടെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് ഒരു റിസർച്ചറോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ് എന്നാണ്, ഈ പർട്ടിക്കുലർ ഫീൽഡിലുള്ള റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചർ ട്രെൻഡ് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ആർജിച്ചിരിക്കണം. അല്ലെങ്കിൽ ആ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിലിറ്റി ഉള്ള ഒരു റിസർച്ച് ആയിരിക്കണം. പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഓരോ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനും പ്രെഡിക്റ്റബിലിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സയൻറ്റിഫിക്കലി ആക്യുറേറ്റ് അല്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കൊറോണ വൈറസ് ക്രൈസിസ്, COVID-19 ക്രൈസിസിനെ എടുക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ ഇതൊരു പാൻഡമിക് ലെവലിലേക്കാണ് പോകുന്നത്. ഈ വൈറസിനെ ടാക്കിൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാകും. അതിനു വേണ്ടിയിട്ട് ലോക്ക്ഡൗൺ പോലെയുള്ള മെഷേഴ്സ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലെയുള്ള മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നമ്മൾ ഐസൊലേറ്റഡ് ആകണം, സെൽഫ് ഐസൊലേറ്റഡ് ആകണം, ഡിസ്റ്റൻസിങ് ഒക്കെ പ്രോപ്പറായിട്ട് പാലിക്കണം എന്നുള്ള പ്രോട്ടോകോൾസ് എല്ലാം ഈ വൈറസിൻ്റെ സ്പ്രെഡിനെ കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പർട്ടിക്കുലർ വൈറസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ട്രെൻഡ് എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിച്ചിട്ട് ഈ വൈറസിൻ്റെ സ്പ്രെഡിനെ കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് റിസർച്ചിനെ ബേസ് ചെയ്ത് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്.